मुस्तफा जाने रहमत पे लाखो सलाम, शम्ए बज़्मे हिदायत पे लाखो सलाम। बिस्मिल्लाहिर्रहमानिर्रहीम, अल्हम्दुलिल्लाहि रब्बिल आलमीन, സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്തിഹാദത്ത് എന്താണ്, ബ്ലീഡിംഗ് എന്താണ് എന്ന് വിശദീകരിച്ചു. എപ്പോഴാണ് രോഗരക്തമായി മാറുക, എപ്പോഴാണ് അത് ഹൈളാവുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സാണിത്. അതിൽ ഇസ്തിഹാദത്ത് ബോധ്യപ്പെട്ട സ്ത്രീ, അതായത് രോഗരക്തമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സ്ത്രീ, ബ്ലീഡിംഗ് ആണ്, കേവല ബ്ലീഡിംഗ് ആണ്, ഹൈലോ നിഫാസോ അല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനുണ്ടാവും ഒരു ഹൈദ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം രക്തം തുടങ്ങി, ബ്ലീഡിംഗ് തുടങ്ങി, നിലക്കാതെ 3 മാസം 4 മാസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും. ചിലപ്പോൾ 3 മാസമായി 4 മാസമായിട്ട് ബ്ലീഡിംഗ് തന്നെ. ഈ 4 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ അതിന്റെ ഇടയിൽ ഹൈദും ഉണ്ടാകാമല്ലോ, അതിന്റെ ഇടയിൽ ഹൈദും ഉണ്ടാവാം. ഈ ഹൈദും ഉണ്ടാകുമ്പോൾ അവൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഹൈദാണ് മനസ്സിലാക്കുക, ഏതാണ് ഹൈദ് അല്ലാത്തതെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 15 ഒരാൾക്ക് സ്ത്രീക്ക് രക്തം പുറപ്പെട്ടു, അത് 15 ദിവസവും വിട്ടു കഴിഞ്ഞാൽ, 15 ദിവസവും കടന്നു, 16-ാം ദിവസത്തിലേക്ക് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് ഇസ്തിഹാദത്താണ്. അപ്പൊ ഈ 16-ാമത്തെ ദിവസം മുതൽ അങ്ങോട്ട് ഇസ്തിഹാദത്തല്ല, അത് ഇസ്തിഹാദത്താന്ന് ബോധ്യപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? അവൾ നോക്കണം. അവൾ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് വേണം എത്ര ദിവസമായിരുന്നു ഹൈദ്, എത്ര ദിവസമാണ് ഇസ്തിഹാദത്ത് വേർതിരിച്ചിട്ട്. ഈ കഴിഞ്ഞ 15 ദിവസത്തില് എല്ലാ ദിവസവും ഹൈദാക്കാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാ ദിവസവും ഹൈദായി വരും, പക്ഷെ നമ്മൾ നോക്കിയിട്ട് മിക്ക സമയത്തും അങ്ങനെ ഹൈദാവൂല. അപ്പോ ബാക്കി ദിവസങ്ങള് ആ 15 ദിവസത്തിൽ ഇത്ര ദിവസം ഹൈദാണ്, ബാക്കി ദിവസം ഇസ്തിഹാദത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും ദിവസങ്ങളിൽ നിസ്കാരം ഖളാ വീട്ടുകയും, നിലവിൽ ഇപ്പോഴും രക്തം നിന്നിട്ടില്ല, അപ്പൊ 16 ദിവസമായി, 16-ാം ദിവസം രക്തം നിന്നിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് എന്നും അതത് നിസ്കാരം അന്നന്ന് വെച്ച് കെട്ടിയിട്ട് നിസ്കരിക്കുകയും ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഒരു സ്ത്രീ ബ്ലീഡിംഗ് ഉള്ള പെണ്ണാണ്, പക്ഷെ അവൾക്ക് ആദ്യമായിട്ടാണ് രക്തം വരുന്നത്. ഇതിനു മുമ്പ് മെൻസസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 9 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് ആദ്യമായിട്ട് രക്തം വരിക, ആദ്യമായിട്ട് ഉണ്ടായ രക്തം തന്നെ ഉണ്ടായി, രക്തം പുറപ്പെട്ടു. അപ്പൊ 9 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണല്ലോ, സ്വാഭാവികമായിട്ടും നിസ്കാരം ഒഴിവാക്കി അങ്ങനെ അങ്ങനെ പോയി അത് 15 ദിവസം കടന്നുകൊണ്ട് പോയി. 16-ാം ദിവസത്തിലേക്ക് എത്തി. ആദ്യമായിട്ട് രക്തം ഉണ്ടാകുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടി 9 വയസ്സ് കഴിഞ്ഞൊരു പെണ്ണാണ്, ആദ്യമായിട്ട് ജീവിതത്തിലെ ഹൈദ് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഹൈദ് ഇതിപ്പോ ബ്ലീഡിങ്ങിലേക്ക് എത്തില്ല. ഇനി എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ഇത്രയും ദിവസം പുറപ്പെട്ട ആ സ്ത്രീക്ക് ഇത്രയും ദിവസം പുറപ്പെട്ട രക്തം, ഈ 15 ദിവസം പുറപ്പെട്ട രക്തം, ഈ രക്തം കടുപ്പമുള്ളതും കടുപ്പമില്ലാത്തതുമായ രക്തത്തെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, അടയാളം തിരിച്ചറിയും. കടുപ്പമുള്ളത് പറഞ്ഞാൽ അങ്ങനെ അത് വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങള് സ്ത്രീകളിൽ രക്തം പുറപ്പെട്ടെങ്കിൽ ഇത് തുടങ്ങി, ഇന്നിപ്പോ ഇന്നിപ്പോ രാവിലെ തുടങ്ങി, വരാൻ തുടങ്ങി, അല്ലെങ്കിൽ പൊട്ടി, ഇനി മുതല് നിസ്കരിക്കണ്ട എന്ന് കരുതിയിട്ട് കഴിഞ്ഞു വേണ്ടി നിൽക്കലല്ല. ഇതൊക്കെ പരിശോധിക്കണം. പരിശോധിക്കുക പറഞ്ഞാല് അത് ലാബ് കൊണ്ടുപോയി പരിശോധിക്കാനല്ല, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോ തുടങ്ങി, ദിവസം തുടങ്ങി, സമയത്താണ് തുടങ്ങിയത്, ഈ കഴിഞ്ഞത് എത്ര ദിവസം ഉണ്ടായി എന്നൊക്കെ ഓർമ്മ വേണം. നമ്മൾ ചോദിക്കുക, കഴിഞ്ഞ മാസം എനിക്ക് എന്താ തുടങ്ങിയത്, അതെനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ആയാൽ പെടാൻ പോകുന്ന ചില പെടലുണ്ട്. അത് പറ്റിയ മനസ്സിലാക്കണം. നമുക്ക് അവിടെ നിസ്കാരത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സ്ത്രീക്ക്, തുടക്കക്കാരിയായ സ്ത്രീയാണ്, ഇസ്തിഹാദത്താന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ അവൾക്ക് എന്താ അറിയാം? അവൾക്ക് ഇതുവരെ 15 ദിവസത്തിനും വന്ന രക്തത്തിന്റെ കടുപ്പവും കടുപ്പമില്ലായ്മയും വേർതിരിച്ചാൽ അറിയുന്നുണ്ട്. കടുപ്പം നോക്കാൻ എങ്ങനെ? ചിലപ്പോ നിറം കൊണ്ട് കടുപ്പം നോക്കും. എങ്ങനെ? കുറച്ച് ദിവസം വന്നത് കറുത്ത രക്തമായിരുന്നു. കറുത്ത രക്തം കട്ടി, നല്ല കറുത്ത രക്തം.
കറുത്താന്ന് പറഞ്ഞാല് മുടിനെ പോലത്തെ കറുപ്പുണ്ടാവുന്ന ചുവന്ന കറുത്തിട്ട് നല്ല നിറമാണ്, നല്ല കടുത്ത നിറമാണ്, കറുത്ത നിറത്തിലാണ് വന്നത്. പിന്നെ കുറച്ച് ദിവസം വന്നത് ചുവന്ന നിറത്തിലാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വ്യത്യാസം മനസ്സിലായി. നല്ല കറുത്ത നിറത്തിലുള്ള രക്തം അത് കടുപ്പമുള്ളതും മറ്റേത് കടുപ്പം കുറഞ്ഞതുമാണ്, ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതുമാണ്. ഒന്നങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോ അവൾക്ക് രക്തം വന്നത് ആ കുറച്ച് ദിവസം ചുവന്ന നിറത്തിലും മറ്റൊന്ന് ഒരു ചെറിയൊരു തവിട്ട് നിറം, ചുവപ്പുമില്ല, ചുവപ്പിന്റെ താഴെ നിറം. അപ്പൊ മനസ്സിലായി ചുവപ്പ് നിറത്തിലുള്ളത് കടുപ്പമുള്ളതും ആ തവിട്ട് നിറത്തിലുള്ളത് കടുപ്പില്ലാത്തതുമാണ്. അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലും വന്നു പിന്നെ ഒരു മഞ്ഞ നിറത്തിൽ ഇങ്ങനെ വന്നിരുന്നു. മഞ്ഞ നിറം, ചെറിയൊരു കലർപ്പ്. ചിലപ്പോ സ്ത്രീകളൊക്കെ ചോദിക്കും, എനിക്ക് ചെറിയൊരു കലർപ്പ് ഇങ്ങനെ വരുന്നുള്ളൂ, അതൊക്കെ ഹൈദ. ഹൈദ് എന്ന് പറഞ്ഞാൽ ചോന്ന നിറത്തിൽ ഇങ്ങനെ റെഡ് തന്നെ ആയിക്കോളണമെന്നില്ല. റെഡ് കലർപ്പ് പ്രഖ്യാപിച്ചു, റെഡ് ഇങ്ങനെ പറയുമ്പോ ചുവപ്പ് രക്തമാണെന്ന് പറയുമെങ്കിലും രക്തത്തിൽ നിറക്കെ ചുവപ്പാണെങ്കിലും എപ്പോഴും രക്തം ചുവന്ന തന്നെ വന്നുകൊള്ളുന്നില്ല. സാധാരണ ഗതിയിലല്ലാതെ വരുന്നതൊക്കെ അവിടെ നിറം മാറില്ല. അതുകൊണ്ടാണ് ഹൈദ് ഒന്നോ നോക്കാൻ വേണ്ടിയിട്ട് ശീല വെച്ച് പഞ്ഞി വെച്ച് പരിശോധിക്കണം എന്നാണ്. ആ സമയത്ത് കലർപ്പുണ്ടായാൽ മനസ്സിലാക്കാൻ നിന്നിട്ടില്ല. അപ്പൊ ബ്ലഡ് തുടങ്ങുമ്പോൾ ഉള്ള നിറം ലാസ്റ്റ് ഉണ്ടാവില്ല, അത് ചെറിയൊരു കലർപ്പ്, ഇങ്ങനെ ചുവന്ന കലർപ്പേ ഉണ്ടാവുള്ളൂ. അതും ഹൈദാണ്. സാധാരണ ഗതിയിലുള്ള നിറത്തിലല്ലാത്ത എല്ലാം ഹൈദാണ്. ചെറിയൊരു പാട പോലെ, ചെറിയ ചുവന്നൊരു പാട, ചെറിയ നിനക്ക് നൂല് പോലെ, അതൊക്കെ ഹൈദാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തുടക്കക്കാരിയായ സ്ത്രീക്ക് അവൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അതിന്റെ കടുപ്പക്കുറവും മനസ്സിലാവും. ഒന്നുകിൽ കറുത്ത നിറവും ചുവന്ന നിറമാകുന്നത്. അപ്പൊ കുറച്ച് ദിവസം കറുത്ത നിറത്തിൽ വന്നിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കറുത്ത നിറം മാറിയിട്ട് ചുവന്ന നിറത്തിലാവുന്നു. അപ്പൊ അങ്ങനെ വന്നാൽ കടുപ്പമുള്ളത് ഹൈദാന്ന് നോക്കുക, അല്ലാത്തത് ഇസ്തിഹാദത്താന്ന് നോക്കും. കടുപ്പം മനസ്സിലായല്ലോ. ഒന്നുകിൽ ചുവപ്പ് നിറം നോക്കിയിട്ട് കടുപ്പ് കുറവാക്കുക, അല്ലെങ്കിൽ ചിലപ്പോ കട്ടി നോക്കിയിട്ട് നോക്കാം, അത് മനസ്സിലാക്കാം. നിറം മാത്രമല്ല, കട്ടി കൊണ്ട് മനസ്സിലാക്കുക കടുപ്പ് കുറവും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ പുറപ്പെട്ടത് കട്ടിയുള്ള രക്തം, അത് ആദ്യമായിക്കോട്ടെ അവസാനമായിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ. കട്ടിയുള്ള രക്തം പുറപ്പെട്ടിരുന്നു, കട്ടിയില്ലാത്ത പുറപ്പെട്ടിരുന്നു. കട്ടിയുള്ള നല്ല കൊഴുപ്പുണ്ട്, കട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഹൈദ രക്തം എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റാണ് വരുന്നത്. അവിടത്തുള്ള പാടിയും രക്തത്തിന്റെ കുഴലുകളും രക്തത്തിന്റെ ധമനികളൊക്കെ പൊട്ടി വരുന്നത്, അതൊരു കട്ടി ഉണ്ടാവും. പിന്നെ കട്ടിയില്ലാത്തതുകൊണ്ടിരുന്നു. അപ്പൊ കടുപ്പുള്ള കുഴപ്പമില്ലാതെ മനസ്സിലായി. അല്ലെങ്കിൽ വാസന കൊണ്ട് മനസ്സിലാക്കാം. നന്നായി ദുർഗന്ധമുള്ള വാസനിച്ചിട്ട് രക്തം വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾ, പിന്നെ വാസന ഇല്ലാതെ വരും. അപ്പൊ ദുർഗന്ധമുള്ളത് കടുപ്പമുള്ളതാണ് നോക്കുന്നു, അല്ലാത്ത കടുപ്പില്ലാത്തതാണ് നോക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, തുടക്കക്കാരിയായ സ്ത്രീയാണ്, ആദ്യമായിട്ടുണ്ടാകുന്ന രക്തവരവ്. അവൾക്ക് ഇസ്തിഹാദത്ത് ബോധ്യപ്പെട്ടും ചെയ്തു. അവിടെ ഇസ്തിഹാദത്ത് ബോധ്യപ്പെട്ടപ്പോ കടുപ്പമുള്ള രക്തവും കടുപ്പില്ലാത്ത രക്തവും അവൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക? 1-ാം തീയതി പുറപ്പെട്ടു, ഇപ്പൊ 16-ാം തീയതി ആയി. അപ്പൊ ഇസ്തിഹാദത്താണ് ബോധ്യപ്പെട്ടു, രക്തം നിന്നിട്ടില്ല. 16-ാം തീയതിക്ക് എത്തിയിട്ടുണ്ട്, ഇപ്പോ 15 ദിവസം കഴിഞ്ഞു. അപ്പോ അവൾക്കറിയാം 1-ാം തീയതി മുതൽ ആദ്യത്തെ 5-ാം തീയതി വരെ നല്ല കട്ടിയുള്ള രക്തമാണ്. 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടി പിന്നെ രക്തം കട്ടി കുറഞ്ഞു, പിന്നെ ഇതുവരെ രക്തം കട്ടിയില്ലാത്ത. എന്നാല് 5-ാം തീയതി വരെ രക്തം വരണം, കട്ടിയുള്ള രക്തം, അത് ഹൈദാന്ന് നോക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കട്ടിയുള്ള രക്തം കടുപ്പമുള്ള രക്തം അക്കല്ലുൽ ഹൈദിനേക്കാൾ ചുരുങ്ങാൻ പാടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഹൈദ് ചുരുങ്ങിയത് 24 മണിക്കൂർ വേണം. അപ്പൊ ഈ 5 ദിവസം പുറപ്പെട്ടത് വല്ലപ്പോഴൊക്കെ വന്നിട്ടുള്ളൂ, അങ്ങനെ പറ്റില്ല. കട്ടിയുള്ള രക്തം കടുപ്പുള്ള രക്തം 24 മണിക്കൂർ വന്നിട്ടുണ്ട്, ഒരു 5 ദിവസം കടുപ്പുള്ള രക്തം വന്നത്, പിന്നെ കടുപ്പം കുറഞ്ഞു. എന്നാല് 5 ദിവസം ഹൈദാന്ന് വെച്ചു. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ആ രക്തം പുറപ്പെട്ടത് 5 ദിവസം ഹൈദാന്ന് വെച്ചു. ബാക്കിയുള്ള ദിവസം 10 ദിവസം ഇസ്തിഹാദത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ 10 ദിവസം നിസ്കാരം കലാ കൂട്ടണം. ഇപ്പോഴും 16-ാമത്തെ ദിവസമല്ലേ, ഇപ്പൊ രക്തം തന്നിട്ട് ഇവിടെ നിന്ന് നിസ്കരിക്കും വേണം. ഇതാണ് ചെയ്യേണ്ടത്. തുടക്കക്കാരിയാണ്, അവൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ എന്ത് ചെയ്യണം? കടുപ്പമുള്ളത് ഹൈദായിട്ടും അല്ലാത്ത ഇസ്തിഹാദത്തും വെക്കുക. ഇനി രണ്ടാമത്തത്, തുടക്കക്കാരിയാണ്, ആദ്യമായിട്ട് ഉണ്ടാകുകയാണ്. പക്ഷെ അവൾക്ക് രക്തം തിരിച്ചറിയാൻ പറ്റില്ല പറഞ്ഞാൽ അവൾക്ക് കടുപ്പുള്ളതും കടുപ്പം കുറഞ്ഞതും തിരിച്ചറിയാൻ പറ്റിയില്ല. അതൊരു പക്ഷേ അവൾക്ക് മനസ്സിലായില്ല, ആദ്യം ഉണ്ടാകില്ല. അല്ലെങ്കിൽ എങ്ങനെ? ഇടക്ക് കട്ടി കൂടിയത് വരും, പിറ്റേത് കട്ടി കുറഞ്ഞു വരും, 3-ാം ദിവസം വീണ്ടും കട്ടി കൂടി,
പിന്നെ കട്ടി കുറയും. അപ്പൊ ഇത് മനസ്സിലായാൽ കണക്കൂട്ടാൻ പറ്റില്ല. എത്ര മണിക്കൂറാണ് കട്ടി കൂടിയത് കട്ടി കുറഞ്ഞത് മനസ്സിലാക്കണ്ടേ? കട്ടി കൂടിയതിന്റെ കടുപ്പം കൂടിയതിന്റെ 24 മണിക്കൂർ ഉണ്ടെങ്കിലല്ല ഹെലാവുള്ളൂ. അപ്പൊ ഇടകലർന്നിട്ട് കടുപ്പം കൂടിയതും കടുപ്പമില്ലാത്തതും അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതും ദുർഗന്ധമില്ലാത്തതും ഇടകലർന്ന് വന്നു. അങ്ങനെ ഇടക്കിടക്ക് വന്നത്. മറ്റേ സുഖ ആദ്യത്തെ 4 ദിവസം കട്ടിയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം പിന്നെ കഴിയുമ്പോൾ കട്ടി കുറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം എത്ര ദിവസം എത്ര സമയം കിട്ടി. ഇത് ഇടകലർന്നൊക്കെ വന്നു അല്ലെങ്കിൽ അതൊന്നും മനസ്സിലായോ നോക്കിയിട്ടില്ലായിരുന്നു അതൊക്കെ ഉണ്ടാകും, ആദ്യമായിട്ടുണ്ടാകുക. എന്നാൽ അങ്ങനെ വന്നാല് ഇപ്പൊ ഒരു മാസം രക്തം ഉണ്ടായിരുന്നു അങ്ങനെ വന്നാല് 24 മണിക്കൂർ ഹൈദായിട്ട് കണക്കൂട്ടും. ബാക്കി സ്ഥിരാവസ്ഥ 24 മണിക്കൂർ ഹൈദായിട്ട് കൂട്ടും. 24 മണിക്കൂർ ചുരുങ്ങിയത് വേണമല്ലോ. അപ്പൊ അവൾക്ക് ഇപ്പോ 16 ദിവസം പൂർത്തിയായി. ഇനി അതല്ല അങ്ങനെ നീണ്ടുപോയി മാസമായി 2 മാസമായി. അപ്പൊ എല്ലാ മാസത്തിലും കണക്കൂട്ടണം. മനസ്സിലായില്ലേ? എല്ലാ മാസത്തിലും ഇങ്ങനെ കൂട്ടണം. ഇപ്പൊ ഒരു സ്ത്രീക്ക് ഈ മാസം തുടക്കത്തിലാണ് തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്. അതങ്ങനെ അത് അവൾ തുടക്കക്കാരിയാണ്, ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. അതങ്ങനെ പോയി 15 ദിവസം കഴിഞ്ഞു, 30 ദിവസം കഴിഞ്ഞ് നിന്നില്ല, അടുത്ത മാസത്തിൽ കിടന്നു, 2 മാസമായി. അതെന്തായിട്ട് ഓരോ മാസത്തിലും ഇങ്ങനെ നോക്കണം. അപ്പൊ ഇവൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ 24 മണിക്കൂർ ഹൈലും ബാക്കിയൊക്കെ സ്ഥിരാവസ്ഥ. അപ്പൊ ബാക്കി 29 നിസ്കരിക്കണം. നിസ്കാരം വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളർ വിൽക്കുക, ബാക്കി ഇങ്ങനെ നിസ്കരിച്ചു പോവുക. മറ്റേ മാസത്തിൽ അങ്ങനെ തന്നെ ഒരു മാസം അങ്ങനെ ചെയ്തു പോകണം എന്നർത്ഥം. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയല്ല, ഇനി ഇവിടെ പതിവായി ഉണ്ടാകുന്ന പെണ്ണ, തുടക്കക്കാരിയല്ല, പതിവായി ഉണ്ടാകുന്ന പെണ്ണ. പതിവായി ഉണ്ടാകുക പറഞ്ഞാൽ 10 കൊല്ലം മുമ്പേ തുടങ്ങിയതല്ല, 1 or 2 വട്ടം ഹൈലുണ്ടായി. അത്ര അവൾക്ക് ഇതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഒരു ഹൈലോ ഒരു ശുദ്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹൈലുണ്ടായി പരിചയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 2ാം തവണയാണ്, അല്ലെങ്കിൽ 3ാം തവണയാണ്, അല്ലെങ്കിൽ 2-3 കൊല്ലമായി തുടങ്ങിയിട്ട് കണക്കാണ്. അങ്ങനെ ഉണ്ടായി. ഇപ്പൊ ഇസ്തിഹാദ് ആയി ചെയ്തു. എന്നിട്ട് അവൾക്ക് പതിവാണെന്ന് മാത്രമല്ല, അവൾക്ക് വേർതിരിച്ചറിയാനും കഴിയും. അവൾക്ക് രക്തം കുറച്ച് കൊല്ലങ്ങളായിട്ട് ഹൈദാണ് പെണ്ണാണ്. ഇപ്പോൾ അവൾക്ക് ഇസ്തിഹാദാണ് ഈ മാസം ഉണ്ടായത്. 16 ദിവസമായി അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസമായി ഇസ്തിഹാദായിട്ടുണ്ട്. പക്ഷേ അവൾക്ക് വേർതിരിച്ചറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശക്തിയുള്ളതും ശക്തിയില്ലാത്തവർക്കും മനസ്സിലായാൽ ഈ കടുപ്പം കൂടിയത് ഹൈദായിട്ട് വെക്കണം, അല്ലാത്ത ഇസ്തിഹാദായിട്ട് വെക്കണം. എന്നിട്ട് ആ ദിവസങ്ങൾ നിസ്കരിക്കണം. കലാകുട്ടണം. 15 ദിവസം വരെ നമ്മൾ കാത്തിക്കണേ, അത് മനസ്സിലാക്കണം. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിപ്പോ 7 ദിവസം കഴിഞ്ഞു, ഒരു സ്ത്രീക്ക് 7 ദിവസം കഴിഞ്ഞു. എല്ലാ മാസത്തിലും 7 ദിവസം ഹൈൽ ഉണ്ടാകാവുന്ന ഒരു പെണ്ണാണ്. 7 ദിവസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ മാസം കണ്ട് 7 ദിവസം കഴിഞ്ഞ് നിന്നില്ല, 8ാം ദിവസത്തിൽ കിടന്നു, 9ാം ദിവസത്തിൽ കിടന്നു. അപ്പോ ഇവിടെ മനസ്സിലാക്കാൻ മിക്കവാറും ഇസ്തിഹാദായിരിക്കും. ഇനിയിപ്പോ ഒക്കെ കൂടി 15 ദിവസം കഴിഞ്ഞിട്ട് കലാ കിട്ടാൻ നിൽക്കട്ടെ, അപ്പൊ തന്നെ നിസ്കരിക്കാൻ തുടങ്ങുക, അന്ന് പറ്റില്ല. അത് ഹറാമാണ്. കാരണം അങ്ങനെ ഇസ്തിഹാദ് ബോധ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസം 7 ദിവസം വിചാരിച്ചിട്ട് ഈ മാസം 7 ദിവസം ആയിക്കോളുന്നില്ല, അതൊക്കെ മാറാം. ചിലപ്പോ അത് സാധാരണ 7 ദിവസം ഉണ്ടാവും വിചാരിച്ച് എല്ലാ മാസം 7 ദിവസം ഉണ്ടായിക്കോളുന്നുണ്ടോ? ചിലപ്പോ 7 ദിവസം 10 ദിവസം 15 ദിവസം വരെ ആകാലോ. ചിലപ്പോ അത് കാലാവസ്ഥക്കനുസരിച്ചൊക്കെ മാറാം, ഭക്ഷണത്തിനനുസരിച്ചൊക്കെ മാറാം. അപ്പൊ അവൾ ഇപ്പൊ തന്നെ മാറ്റാൻ പറ്റില്ല. അതങ്ങനെ പോയി 15 ദിവസം വരെ അവൾ നിസ്കരിക്കാതെ പോയി. 15 ദിവസം കഴിഞ്ഞിട്ടും നിന്നില്ലെങ്കിൽ ഇസ്തിഹാദ്. അപ്പൊ അങ്ങനെ ചെയ്യണം. ഇനി അവള് പതിവായി ഉണ്ടാവുന്ന പെണ്ണാണ്. അവൾക്ക് സാധാരണഗതിയിൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഹൈലുണ്ടാകുന്ന പെണ്ണാണ്. അവൾക്ക് എല്ലാ മാസവും ഹൈലുണ്ടാകാതെ ഉദാഹരണം 6 ദിവസമാണ്. 6 ദിവസം അവൾക്ക് ഹൈലുണ്ടാകാറുണ്ട് എല്ലാ മാസവും. ഈ മാസം നോക്കുമ്പോൾ അവൾക്ക് ഇസ്തിഹാദായി. 6 ദിവസം കഴിഞ്ഞ് നിന്നില്ല, 15 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ അവൾക്കാണെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രക്തത്തിന്റെ കട്ടിയും അതിന്റെ കടുപ്പൊന്നും നോക്കിയാൽ തിരിച്ചറിഞ്ഞതുമില്ല, തിരിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. അത് പരിശോധിച്ചിട്ടില്ലായിരുന്നു. പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ നോക്കണം. ആ കടുപ്പുള്ളത് ഹൈലാക്കണം, അല്ലാത്തത് ഇസ്തിഹാദാക്കണം. പക്ഷെ അവൾ പതിവുള്ള പെണ്ണൊക്കെയാണ്. പക്ഷെ അവളെ ശ്രദ്ധിച്ചില്ലായിരുന്നു. എല്ലാ മാസവും ഇങ്ങനെ 6 ദിവസം ഉണ്ടായി നിൽക്കാറുണ്ട്, ഈ മാസം നിന്നില്ല, അവള് പരിശോധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ സാധാരണ അവർക്കുള്ള ദിവസം എത്രയാണോ കഴിഞ്ഞ ഹൈലിന്റെ പണ്ടുണ്ടായതല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഹൈലിന്റെ കണക്കുകൾക്ക് അറിയുമെങ്കിൽ കഴിഞ്ഞ മാസം അവൾക്ക് 6 ദിവസം ഉണ്ടായത്, ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം വരെ 6 ദിവസം ഉണ്ടായത്. നാളത്തെ ഈ മാസവും ഹൈലാക്കുക, ബാക്കി ഇസ്തിഹാദാക്കണം. ഈ മാസം ഹൈലാക്കി ബാക്കി ഇസ്തിഹാദാക്കണം. ഇങ്ങനെ അതും അറിഞ്ഞില്ല. അതാണ് വല്ലാത്തൊരു പെടൽ. പതിവായി ഉണ്ടാകുന്ന പെണ്ണ. പണ്ടവർക്ക് ഹൈലുണ്ടാകുകയാണ്. ഹൈലൊക്കെ തുടങ്ങിയിട്ട് 10 കൊല്ലായി. എല്ലാ മാസവും ഹൈൽ ഉണ്ടാകുന്നു. ഈ മാസം നോക്കുമ്പോ ഇസ്തിഹാദായി.
ആ പെമ്പർ നോക്കുകയാണെങ്കിൽ എന്തറിയില്ല, ഇത് കഴിഞ്ഞ അവൾക്ക് ഇപ്പൊ ഈ മാസം പുറപ്പെട്ടതിന്റെ കടുപ്പും കുറവൊന്നും അവൾ മനസ്സിലാക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് തന്നെ അവള് പുറപ്പെട്ടേക്കനെ മുസ്ലാഖ് കൂട്ടിച്ച് നിസ്കാരമായി മടക്കിച്ചാൽ ഇരുന്നാണ്. ഇനിയിപ്പോ എന്തായാലും നിസ്കാരം നോക്കുന്നില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മൊബൈൽ വെച്ച് നടന്നാണ്. ആവശ്യമാകുമ്പോ അങ്ങനെ പാഡ് മാറ്റി കൊടുക്കുന്നല്ലാതെ വേറെ ഒരു സംഗതി ശ്രദ്ധിച്ചില്ല. ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ 8 ദിവസം കഴിഞ്ഞ് നിന്നില്ല, 10 ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ഇസ്തിഹാളത്തൊക്കെ പോയി. അപ്പൊ അവൾക്ക് രക്തം വേർതിരിച്ചറിയാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ഹൈദിന്റെ അളവ് എത്രയായിരുന്നു, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു നോക്കിയിട്ട് അതിന് പ്രകാരം ഇവിടെ ഹൈദാണല്ലോ. ആ പെമ്പർ നോക്കുക, അതും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഓരോ മാസം ഉണ്ടാവും. ഇന്ന ദിവസം തുടങ്ങിയതെന്നാണ് അവസാനിച്ചതെന്നാണ് അടയാളപ്പെടുത്തി വെക്കണം. എഴുതി വെച്ചില്ലെങ്കിൽ ഓർമ്മയുണ്ടാക്കി വെക്കണം. അപ്പോഴേ അടുത്ത മാസം അതിൽ പെട്ടുപോയെന്ന് നോക്കാൻ പറ്റുള്ളൂ. ഈ പെണ്ണിന് അതും അറിയില്ല, കഴിഞ്ഞ മാസം എപ്പോഴുണ്ടായാലും നിൽക്കറിയില്ല. എന്നാൽ അവള് മുത്തഹയ്യറത്ത്, അതായത് പരിഭ്രമിച്ചവൾ, അവള് പെട്ടത്. അവൾക്കിപ്പോ എന്തായാലും അവൾക്ക് അവസ്ഥ എന്ന് പറയുന്നത്, അവള് വലിയ വിഷയത്തിലാണ്. അവള് ഹൈദുകാരിയെ പോലെ, അത് 1 മാസം 2 മാസം 3 മാസം ഒക്കെ ബ്ലീഡിംഗ് ഉണ്ടായി. അവൾ പതിവായി രക്തം ഉണ്ടാവുന്ന പെണ്ണാണ്. പക്ഷെ അവൾക്ക് വേർതിരിച്ചറിയാനും പറ്റിയില്ല, പതിവും അറിയില്ല. എങ്കിൽ പരിഭ്രമിച്ചവൾ എന്നവളെ പറ്റി പറയാം. അവള് ഹൈദുകാരിയെ പോലെ ആകണം. ഹൈദുകാരിയെ പോലെ. എന്നാൽ ഹൈദുകാരിയെ പോലെ പറഞ്ഞാൽ ലൈംഗിക ബന്ധം പറ്റൂല. ഭാര്യ ഭർത്താവുമായിട്ട് മുട്ടുമുക്കിന്റെ ഇടയിൽ ശരീരം തൊലി തമ്മിൽ ചേരാൻ തന്നെ പറ്റില്ല. പിന്നെ ശാരീരിക ലൈംഗിക ബന്ധം എന്തായാലും പറ്റില്ല, അതാണ്. അതുപോലെ തന്നെ മുസ്ലിം തൊടാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. പക്ഷെ നിസ്കരിക്കും വേണം. അതായത് നിസ്കരിക്കണം. നിസ്കരിക്കേണ്ട ഹൈദുകാരിയെ പോലെ, ഹൈദുകാരിയെ പോലെ നിൽക്കും വേണം, നിസ്കരിക്കും വേണം. അപ്പൊ 3 മാസം ഇത് തുടർന്ന് നോക്കുക. ഇവള് പണ്ടേ ഹൈദുള്ള പെണ്ണായിരുന്നു. അവൾക്ക് മുമ്പത്തത് തിരിച്ചറിഞ്ഞതുമില്ല, കണക്കൂട്ടാനും പറ്റിയില്ല, മുമ്പത്തെ ഓർമ്മയില്ലെങ്കിൽ 3 മാസം ഇസ്തിഹാക്കണമെങ്കിൽ 3 മാസം ഭാര്യ ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാൻ പറ്റൂല. നിസ്കരിക്കും വേണം. നിസ്കരിക്കലൊക്കെ നോക്കണം. ഓരോ സമയത്തും കുളിക്കണം. 5 വക്തിലും കുളിക്കണം. 5 വക്തിലും കുളിച്ചിട്ട് പിന്നെ നിസ്കരിക്കും. കാരണം എന്താ? അതാ വിഷയം. ഏത് സമയത്തും രക്തം മുറിയാനും. ഇപ്പൊ 100 നേരമായി, അപ്പൊ ഈ 100 തൊട്ട് മുമ്പ് ഹൈദ് മുറിയാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 100 നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം. കുളിച്ചു, നിസ്കരിച്ചു. ചിലപ്പോ അസുറിന്റെ മുമ്പാണ് രക്തം മുറിയാൻ സാധ്യത ഉണ്ടല്ലോ. 100 മുറിഞ്ഞിട്ടുണ്ടാവില്ല. അസുറിനെ നേരത്തെ കുളിച്ചിട്ട് നിസ്കരിക്കണം. എല്ലാ ദിവസവും 5 വക്തിലും കുളിച്ച് നിസ്കരിക്കണം. നോമ്പൊക്കെ കേൾക്കണം. അവിടെ നോമ്പെങ്ങനെ റമദാനിലൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവള് പതിവായിട്ടുണ്ടാവുന്നവരാണ്. അവൾക്കൊന്നും അറിഞ്ഞു മനസ്സിലായില്ലെങ്കിൽ റമദാനിൽ 30 ദിവസം നോമ്പ് വെക്കണം. ആ 30 ദിവസം നോമ്പിട്ട് ആൾക്ക് 14 നോമ്പേ കിട്ടുള്ളൂ. 30 നോക്കണം. അവള് കാരണം നിസ്കാരം നോമ്പൊക്കെ ഹൈദുകാരിയെ പോലെ, പക്ഷെ നിസ്കാരത്തിന് നോമ്പിൽ ഹൈദുകാരിയെ പോലെ അല്ല. ഹൈദുകാരിക്ക് നോമ്പ് വെക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇവള് നോമ്പ് വെക്കണം. ഈ 30 നോമ്പ് വെച്ചാൽ അവൾക്ക് 14 ദിവസം നോമ്പ് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 30 ദിവസം കൂടി നോമ്പ് വെക്കണം. അപ്പൊ അതിന് 14 കൂടി, അപ്പൊ 28 ദിവസമായി. പിന്നെ ഒരു 6 ദിവസം കൂടി നോക്കണം. 6 ദിവസം നോക്കൽ എങ്ങനെ? അതിനെ 3 ഒരു 18 ദിവസത്തിന്റെ തുടക്കത്തിൽ 3, 18 ദിവസത്തിന്റെ ലാസ്റ്റ് 3 നോക്കുക. 66 ദിവസം നോമ്പ് നോക്കുന്ന നിർബന്ധമാണ്. അതാണ് അന്തരിലുള്ള കുഴപ്പം. അത് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് മനസ്സിലാക്കി പറയാം. ഇതാണ് ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ നല്ലോണം മനസ്സിലാക്കുക, ഇസ്തിഹാദത്ത് ബ്ലീഡിങ് എല്ലാം ഹൈദല്ല. എന്തെങ്കിലും രക്തം വരുമ്പോഴേക്ക് നിർത്തിച്ച് മുസ്ലിം കൂട്ടി നിസ്കാരം നിർത്തിച്ചു പോകാൻ പറ്റൂല. ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ നോക്കേണ്ടത്. അപ്പൊ ഇസ്തിഹാദത്ത് തിരിച്ചറിയല് ചിലപ്പോ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് മുതൽ പിന്നെ നിസ്കാരം തുടങ്ങുകയും അത് എവിടുന്നാണോ ഇസ്തിഹാദത്ത് കണ്ടെത്തിയാൽ അവിടെ നിസ്കാരം പതാക വിട്ടുകയും ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ നീട്ടി പറഞ്ഞപ്പോൾ കഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് മുത്തഹയ്യത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും പറയാത്തത്. ഇനി ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിലും ഉണ്ടാകണം. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം. ഇതിനെപ്പറ്റി ഫുഖഹാക്കൾ പറഞ്ഞത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത്, ഹൈദ് നിഫാസിനെ കുറിച്ചുള്ള അറിവ് എല്ലാ സ്ത്രീകൾക്കും ഫർദ് ഐനാണ്. ഫർദ് ഐൻ, ഫർദ് കിഫായ ആരെങ്കിലും പഠിച്ചാൽ പോരാ, ഫർദ് ഐന. കാരണം എന്താ? നിസ്കാരം പഠിച്ചത് ഫർദ് ഐനല്ലേ. നമ്മളെല്ലാവരും നിസ്കരിക്കണം. മറ്റോട് ഹൈദ് ഉണ്ടാകുമ്പോൾ ഓളൊക്കെ ശരിക്കും പഠിച്ചോട്ടെ പോരാ. നിങ്ങൾക്ക് എല്ലാവർക്കും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചു വെക്കുന്ന നിർബന്ധം. പഠിച്ചിട്ട് ഈ കുറ്റക്കാരിയാവണം. അതുകൊണ്ട് ഈ ക്ലാസ് കേട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് കുറ്റക്കാരികളാവും നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തുക. ഇനി ഞാൻ 5 മിനിറ്റ് കൊണ്ട്
ഇപ്പൊ ഇതുവരെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ആണ് പറയാം. ചില സംശയങ്ങൾ, ഡൗട്ടുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. എന്താ ചില കാര്യങ്ങൾ? ഒന്ന്, നമ്മൾക്ക് പറഞ്ഞു നിഫാസ് രക്തവും ഹൈദ രക്തമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ രക്തം നിന്നു എങ്ങനെ മനസ്സിലാക്കുക? ഹൈദായിട്ട് നിഫാസായിട്ട് നിക്ക് നിന്നു തോന്നുമ്പോൾ നിന്നു ഇങ്ങനെ ലക്ഷണം കൊണ്ട് അറിയുന്നത്. രക്തം നിന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോ സാധാരണഗതിയിൽ കഴിഞ്ഞ മാസം 7 ദിവസം ഉണ്ടായിരുന്നു. ഈ മാസം 7 ദിവസം വരെ കാത്തിരിക്കണമെന്നില്ല. 5 ദിവസം കഴിഞ്ഞിട്ട് രക്തം നന്നായിട്ട് മനസ്സിലായി. എന്നാ പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട്, എനിക്ക് 7 ദിവസം ഉണ്ടാവാറ്. അങ്ങനെ പറയാൻ പറ്റില്ല. 7 ദിവസം ഉണ്ടാവാറ് ചിലപ്പോൾ 8 ദിവസം ആകാം, ചിലപ്പോൾ 4 ദിവസം വിട്ടു ആകാം, അല്ലെങ്കിൽ 5 ദിവസം ആകാം. 5 ദിവസമായിട്ട് ഇങ്ങോട്ടും വരാൻ അങ്ങനത്തെ ആകാം. അത് ശ്രദ്ധിക്കണം. അപ്പൊ രക്തം നിന്നും നോക്കണം. 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഹൈദാണ്, പക്ഷെ ഇപ്പൊ രക്തം കാണുന്നില്ല. എന്നാൽ പണ്ഡിതന്മാർ പറയാണ് എന്ത് ചെയ്യണം? പഞ്ഞി, കോട്ടൺ വെക്കണം. ഇവിടെ പുറത്ത് നമ്മൾ പേട് വെച്ചാൽ മനസ്സിലാവില്ല. അത് പുറത്തോട്ട് ഒലിക്കാൻ മാത്രമേ രക്തം ഉണ്ടാവില്ല ലാസ്റ്റ് ഘട്ടത്തില്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് വെക്കണം. പഞ്ഞി പ്രവേശിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ സമയമൊക്കെ വെച്ചിട്ട് ഒന്നെടുത്ത് പരിശോധിച്ച് വെക്കുക. അപ്പൊ കലർപ്പുണ്ടോ? ചുവന്ന നിറമാണെന്നില്ല. കലർപ്പുണ്ടോ? ചെറിയ കലർപ്പ് കാണുന്നു. എന്നാൽ രക്തം നിന്നിട്ടില്ല. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഒന്നും കാണാൻ ഒരു കലർപ്പില്ലേ. എന്നാൽ രക്തം നിന്നു. കുളിച്ചു സ്ഥിരിക്കണം, തുടങ്ങണം. എനിക്ക് 7 ദിവസം ഉണ്ടാകാറുള്ളത്. ഒരാൾ സംശയം ചോദിച്ചു. അങ്ങനെ അവള് അപ്പൊ എന്നാണ് കുളിക്കാറുള്ളത് എന്നുള്ള സംശയം എന്താ? ഭർത്താവ് അന്വേഷിച്ച് പറയാണ് അവൾക്ക് എന്നും 7 ദിവസം ഉണ്ടാകുക. 7 ദിവസം കഴിഞ്ഞ് അപ്പൊ അത് നോക്കുന്നില്ല. അത് തുടങ്ങിയാ പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് കുളിക്കുക. അങ്ങനല്ല, അത് എത്രയാണെന്ന് പരിശോധിക്കുക നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, നമ്മളിപ്പോ നിഫാസിനെ പറ്റി പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില 1-2 കാര്യങ്ങൾ വിട്ടുപോയതോ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിഫാസ് അത് പ്രസവം കഴിഞ്ഞ പൂർണ്ണമായി പ്രസവം പൂർത്തിയായതിനു ശേഷം ഗർഭാശയം ഒഴിവായതിനു ശേഷം പുറപ്പെടും. ചിലപ്പോ നിഫാസ് ഒരൊറ്റ സെക്കൻഡേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ വരവ്. പിന്നെ നിന്നു, പിന്നെ ഒന്നും കാണാനില്ല. രക്തം കാണുന്നില്ല. രക്തം വന്നു, പിന്നെ രക്തം നിന്നതായിട്ട് മനസ്സിലായി. പിന്നെ അന്നും പിന്നെ നോക്കിടുന്ന രക്തം പരിശോധിച്ചപ്പോൾ രക്തം നിന്നതായിട്ട് ബോധ്യപ്പെട്ടാൽ മതി. പിന്നെ ഇനി വന്നാലോ 40 ദിവസത്തിന് മുമ്പ് വന്നാൽ വിശ്വാസം കൂടെ അത് നമ്മൾ നോക്കട്ടെ. അപ്പൊ വരുമ്പോ പരിശോധിച്ച് നോക്കാൻ മതി. രക്തം നന്നായിട്ട് ബോധ്യപ്പെട്ടു, പരിശോധിച്ചപ്പോൾ രക്തം നന്നായിട്ട് ബോധ്യപ്പെട്ടു. എന്നാൽ കുളിച്ച് നിസ്കാരം തുടങ്ങണം. ഏത് നമസ്കാരം തുടങ്ങണം. 40 വരെ കത്തിക്കാൻ പാടുണ്ടോ? ഇനി 40 സാധാരണ ഗതിയിൽ 40 എന്ന് പറഞ്ഞാൽ തന്നെ 40 ചിലതൊക്കെ മനസ്സിലാക്കിയത് 1 സെക്കൻഡ് ചുരുങ്ങിയത്, പിന്നെ 40. അപ്പൊ 1 മുതൽ 40 കടയാണില്ല. അല്ല, അതിന്റെ ഇടയ്ക്കൊക്കെ എപ്പോഴും നിൽക്കാം. 40 കഴിഞ്ഞ പിന്നെ 60. അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കണം. അങ്ങനെയല്ല സംഗതി. ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ് നിന്നു. 1 സെക്കൻഡ് ചുരുങ്ങിയത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചിലപ്പോ 2 ദിവസം കൊണ്ട് നിൽക്കാം, ചിലപ്പോ ഒരാഴ്ച കൊണ്ട് നിൽക്കാം. സാധാരണ 40 വരെ പോകും. 40 കറക്റ്റ് 40 സ്വിച്ച് ഇട്ട പോലെ നിൽക്കുവോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ 38 നിൽക്കും, ചിലപ്പോൾ 39. ചില സ്ത്രീകളുണ്ട്, ആൺകുട്ടികളാണെങ്കിൽ 39-40 വിളിച്ചു. അതെ, എന്നാ രക്തം നിൽക്കണം. എന്നാ ഈ 40 ഈ ശുദ്ധിയുടെ കുളി, ഇവരൊന്നും കുളിക്കുന്ന കുളിയൊന്നും ഈ ശുദ്ധിയാക്കാനുള്ള കുളിയല്ലല്ലോ. നിഫാസ് കുളിക്കുന്നു നീയത്തെ കുളിയല്ലല്ലോ അത്. പിന്നെ കുളിക്കുമ്പോ നീയത്തെ കേട്ടോ, ഹയത് കഴിഞ്ഞിട്ട് 150 കുളിച്ചിട്ട് കാര്യമില്ല. നീയത്ത് വെച്ച് ഫർലാക്കപ്പെട്ട കുളി അല്ലെങ്കിൽ ഹയത് കുളി ഞാൻ കുളിക്കുന്നു, വലിയ അശുദ്ധി കേൾക്കുന്നു, ഈ തുടങ്ങിയ ഏതെങ്കിലും നെയ്യത്ത് വെക്കാതെ മനസ്സിൽ കരുതിയിട്ട് കുളിക്കാതെ കുളി സ്വയ്യാവൂല, നിസ്കാരം സ്വയ്യാവൂല, ഒന്നും പറ്റില്ല. അതാ കുഴപ്പം. അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അപ്പോ ഒരു പെണ്ണിന് ഹയത് നിഫാസ് 1 സെക്കൻഡ് നിന്നിട്ട് പിന്നെ നിന്നു. എന്നാൽ കുളിക്കുക, ഞാൻ പറഞ്ഞ പരിശോധിക്കണം. ഈ പഞ്ഞിയെ വെച്ച് നോക്കിയിട്ട് ഒരു കലർപ്പും കാണുന്നില്ല. അല്ലാതെ ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുമല്ലോ. പ്രസവം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് ഒരു കലർപ്പും കണ്ടു ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. എന്നാൽ നിസ്കാരം തുടങ്ങണം. കുളിച്ചിട്ട് നിസ്കാരം തുടങ്ങണം. അപ്പൊ ചിലപ്പോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സ്ത്രീയാണ്, സിസേറിയനായിരുന്നു പ്രസവം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കാൻ വയ്യ, സുജൂദ് ചെയ്യാൻ വയ്യ, നിസ്കരിക്കണം. അതിന് പഠിച്ച വഴി വരുന്നുണ്ട്. നിൽക്കാൻ കഴിയാത്തവർ നിസ്കരിക്കണം.
അല്ലെങ്കിൽ സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ ഇരുന്ന് സുജൂദ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. നിസ്കാരം നിർബന്ധമായി. അത് 40 വരെ കാത്തിക്കാനൊന്നും പാടില്ല. ചിലപ്പോൾ 40 മുമ്പ് എപ്പോഴും മുറിയാം, ചിലപ്പോൾ 40 കഴിഞ്ഞിട്ട് മുറിയാം. അതിന്റെ അർത്ഥം ഒരു സെക്കൻഡെങ്കിലും ഉണ്ടായി. ഇനി ഒരു സെക്കൻഡ് നിഫാസ് ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞിരുന്നപ്പോ ചിലപ്പോ നിഫാസ് രക്തം വരാതെ നിൽക്കണം. പ്രസവം കഴിഞ്ഞു രക്തം തന്നെ വന്നില്ല, അതിങ്ങനെ പോയിട്ട് ചിലപ്പോ 15 ദിവസം കഴിഞ്ഞിട്ട് രക്തം വന്നു, 15 ദിവസം കഴിഞ്ഞിട്ട് രക്തം വന്നു. പ്രസവം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് രക്തം വന്നാൽ നിഫാസ് അല്ല, അത് ഹൈദ. കാരണം ഈ 15 ദിവസം കഴിഞ്ഞിട്ട് രക്തം വന്നാൽ അതിനെ ഞങ്ങള് അതിപ്പോ ചുരുങ്ങിയ ഒരു സെക്കൻഡും കൂടി 60 വരെ പോകുമ്പോൾ വെച്ചിട്ട് അതിന് 60 കണക്കൂട്ടാൻ നിൽക്കരുത്. അത് ഏറിയ 15 പറ്റുള്ളൂ. കാരണം അത് ഹൈദാണ്, അത് ഹൈദാണ്. അപ്പൊ ഈ വിഷയം നന്നായി ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. രണ്ടു കാര്യം ഞാൻ നിഫാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു വിഷയം നെയ്യത്ത് വെക്കണം, നിഫാസ് ഉണ്ടായി കുളിക്കുമ്പോഴും ഹൈദുണ്ടായി കുളിക്കുമ്പോഴും. അപ്പൊ നിഫാസുള്ള നിത്യം കുളിച്ചൂടെ? കുളിക്ക ഈ കുളില്ല, നെയ്യത്ത് വെച്ച കുളി അവർ നിന്നിട്ടല്ലേ കുളിക്കുക, രക്തം നിന്നിട്ടല്ല കുളിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു സ്ത്രീക്ക് ജനാപത്തുണ്ടായിരുന്ന ഒരാള് ജനാപത്തുണ്ടായി കുളിക്കുന്നതിന് മുമ്പായിട്ട് ഹൈദുണ്ടായി, മെൻസസ് ഉണ്ടായി. എന്നാലോ വലിയ സംശയത്തിലേക്ക്, വലിയ പലർക്കുള്ള സംശയമാണ്. ജനാപത്തുണ്ടായി, ഭാര്യ ഭർത്താവ് രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, കുളിച്ചിട്ടില്ല. കുളിക്കൽ ഉടനെ നിർബന്ധമല്ലോ. ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ ഉടൻ കുളിക്കൽ നിർബന്ധമില്ല, സുന്നത്താണ്. നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ചാൽ മതി. രാത്രി ലൈംഗിക ബന്ധം കഴിഞ്ഞു, സുബൈക്ക് കുളിക്കാന്ന് വിചാരിച്ചിട്ട് കടന്നുറങ്ങി. സുബൈക്ക് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഹൈദ്. അപ്പൊ ഈ ചാക്കരി വരുന്നതെന്താ? ജനാപത്തുണ്ടായില്ലേ, ഇനിയിപ്പോ ജനാപത്ത് കുളിക്കണം. ജനാപത്ത് കുളിക്കാൻ ജനാപത്ത് കുളിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ജനാപത്ത് കുളിക്കല് ഹറാമ. മനസ്സിലാക്കണം. ഹൈദുകാരി അശുദ്ധിയെ ഉയർത്തുന്നു നെയ്യത്ത് വെച്ചിട്ട് വുളു ചെയ്യലും ജനാപത്ത് കുളിക്കലും രണ്ടും ഹറാം. ഹൈദുകാരി വുളു എടുക്കാൻ പാടില്ല, ഹൈദുകാരി വുളു ചെയ്യാൻ പാടില്ല. ഹൈദുകാരി ഇപ്പൊ കിടക്കുമ്പോ വുളു ചെയ്യണ്ടേ? കിടക്കുമ്പോ എന്നും വുളു ചെയ്ത് കടന്നിരുന്ന ഒരു പെണ്ണുണ്ട്. നിസ്കരിക്കാൻ പറ്റാതെ വുളു ചെയ്യേണ്ട ഖുർആനൊന്നുമില്ല, എന്നും കടന്നപ്പോ വുളു ചെയ്തിട്ടാ കിടക്കല്, സുന്നത്താണല്ലോ. അപ്പൊ അവള് ഹൈദുകാരിയാവുമ്പോൾ വുളു ചെയ്യാൻ പറ്റുമോ? പാടില്ല, ഹറാമാണ്. അപ്പോൾ വുളു ചെയ്ത് കൂലിട്ടും എന്നും ഹയലില്ലാത്ത സമയത്ത് വുളു ചെയ്ത് കടന്നിരുന്ന പെണ്ണിന് ഹയൽ സമയത്തും വുളു ചെയ്യാതിരുന്നാലും വുളു ചെയ്ത് കൂലിട്ടു. ഹയലില്ലാത്ത ദിവസത്തിലൊക്കെ എന്നും ഒരു ജുസ് ഖുർആൻ തരുന്ന പെണ്ണാണ്. ഹയലിനെ തോന്നാൻ പറ്റില്ല, അവൾക്ക് ഖുർആൻ ഒരു ജുസ് ഓരോ ദിവസവും ഹയൽ സമയത്ത് ഓടിയ കൂലിട്ടു. കാരണം എന്താ? ഷറഇന്റെ കാരണം കൊണ്ടാണ് അവള് ചെയ്യാതിരിക്കുന്നത്, വുളു എടുക്കാതിരിക്കുന്നത്. നല്ലോണം മനസ്സിലാക്കേണ്ട മിക്ക ആൾക്കാരും അറിയാത്തൊരു വിഷയമാണ്. ജനാപത്തുണ്ടായിട്ട് വലിയ ശുദ്ധി ഉണ്ടായി, രാത്രി ഭാര്യ ഭർത്താവ് ബന്ധപ്പെട്ടു, രാവിലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് മെൻസസ് കണ്ടു. എന്നാൽ ഈ വലിയ ശുദ്ധി കുളിക്കണ്ടേ? കുളിക്കാൻ പാടില്ല, അത് കഴിഞ്ഞു. അപ്പൊ നീയോ മെൻസസ് നിന്നിട്ട് കുളിക്കണ്ടേ? മെൻസസ് ഒക്കെ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് നിന്നിട്ട് നേരത്തെ ഉണ്ടായ ജനാപത്ത് കുളിക്കണ്ടേ? അത് വേണ്ട. കുളിക്കാനുള്ള ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായാൽ പിന്നെ അത് ഒന്ന് മറ്റതിൽ കടന്നു, നീ രണ്ടും കൂടി കുളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വുളു ഉണ്ടാകാനല്ലേ, വുളു ഉണ്ടാക്കാൻ വുളു മുറിഞ്ഞു, ഒരാള് ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചു, വുളു മുറിഞ്ഞു. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ തൊട്ട് ചെയ്തിരുന്നു, എന്നാൽ ഇനി 2 വുളു ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊന്ന്. അതേപോലെ തന്നെയാണ് കുളി നിർബന്ധമാക്കുന്ന ഒരു കാരണമാണ് ജനാപത്ത്, വലിയ ശുദ്ധി. മറ്റൊരു കാരണമാണ് ഹൈദ്. ഇനി ഇത് രണ്ടും കൂടി നീയത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? വെക്കേണ്ട ആവശ്യമില്ല. 2 കൂട്ടി വെക്കും വേണ്ട, 2 വേറെ കുളിക്കൊന്നും വേണ്ട, ഒരൊറ്റ കുളി കുടിച്ചാൽ അത് ഏതായാലും മതി. അപ്പൊ ഇങ്ങനെ മെൻസസ് കഴിഞ്ഞ് അവസാനിച്ചതിന് ശേഷം, മെൻസസ് നിന്നതിന് ശേഷം ഹൈദ് കുളിയെ കുളിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധമായ കുളി കുളിക്കുന്നു, വലിയ ശുദ്ധി ഉയർത്തുന്നു, നീയത്തിട്ട് കുളിക്കുക. അതിനെ നേരത്തൊക്കെ വിട്ടു, ഇനി വേറെ കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യമാകുന്നു. ഇത് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓർമ്മ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലെയാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈദ് രക്തം നിന്നു, ഹൈദ് നിഫാസ് രക്തം നിന്ന് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം പാടില്ല, ഹറാമാണ്. കുളിച്ചിട്ടേ ലൈംഗിക ബന്ധം പാടുള്ളൂ. കഴുകിയിട്ട് ലൈംഗിക ബന്ധം നടത്തിക്കൂടെ? ഇനിയിപ്പോ 2 കുളിക്കുന്നു നിൽക്കണ്ടല്ലോ, ഒറ്റ കുളികളെ കുളിച്ചാൽ പോലെ പറ്റൂല. കുളിച്ചിട്ടേ ലൈംഗിക ബന്ധം പറ്റുള്ള, ഹറാമാണ്.
രക്തം നിന്നാൽ മാത്രം പോരാ, രക്തം നിന്ന് ഉറപ്പായി കുളിച്ചിട്ട് എന്ന് മാത്രമല്ല, കുളിക്കുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം നടത്തിയാൽ അതിലൂടെ ഗർഭമുണ്ടായാൽ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകാനിടയുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം, എനിക്കറിയാം പറയാൻ വിട്ടതാണ്. അത് ചിലതൊക്കെ ഉണ്ടാകാറുണ്ട്, നമ്മളൊക്കെ തന്നെ പലരും അന്വേഷിക്കാറുണ്ട്. 7 ദിവസം കഴിഞ്ഞു, രക്തം നിന്നു, ഹൈലൻഡായി 7 ദിവസം കഴിഞ്ഞു. സാധാരണ രക്തം അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോ അങ്ങനെയാണ് ഉണ്ടാകുക. പൊതുവെ രക്തം അങ്ങനെ നന്നായി ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ കുറഞ്ഞു വന്നു. ഒരു 7 ദിവസം കഴിഞ്ഞ് രക്തം നിന്നു, പരിശോധിച്ചു, രക്തം നിന്നു ബോധ്യപ്പെട്ടു, കുളിച്ച് നിസ്കാരമൊക്കെ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം ഇങ്ങനെ കണ്ടു. കുറെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന വിഷയമാണ്. പിന്നെ രക്തം ഇങ്ങനെ കണ്ടു. ഇനി എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ, അത് ഹൈലാണ്. ഇനി നിർത്തുക, നിസ്കാരം നിർത്തുക. അപ്പൊ നിസ്കരിച്ചിട്ട് കുറ്റം കിട്ടൂല. നമ്മൾ ഹൈവ് നിന്നു എന്ന ധാരണ പ്രകാരം കുളിച്ചിട്ടാണ് നിസ്കരിച്ചത്. ലൈംഗിക ബന്ധം നടത്തി ഭാര്യ ഭർത്താവ് തമ്മിൽ ലൈംഗിക ബന്ധം നടത്തിയ കുറ്റം കിട്ടൂല. കാരണം നമ്മൾ കുറ്റക്കാരല്ല, നമ്മൾ രക്തം നിന്നു എന്ന് ഉറപ്പായിട്ട് കുളിച്ചിട്ട് ചെയ്താണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ വീണ്ടും രക്തം വന്നു. 9-ാം ദിവസം വന്നു. ഉദാഹരണം 7 ദിവസം കഴിഞ്ഞ് കുളിച്ചു, പിന്നെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് 9-ാം ദിവസമായപ്പോ വീണ്ടും രക്തം വന്നു. നല്ലോണം വന്നോളം ചെറിയൊരു കലർപ്പ് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അത് ഹൈവാണ്. അപ്പൊ അതൊക്കെ നിർത്തി, നിസ്കാരം നിർത്തി. ഇനിയോ അപ്പൊ അതങ്ങനെ നോക്കണം. അത് 15 ദിവസത്തിനേക്കാൾ അങ്ങോട്ട് കടക്കാൻ പാടില്ല. 15 ദിവസത്തിന് മുമ്പായിട്ട് അവസാനിച്ചാൽ അത്രയും ഹൈലായി കൂട്ടും. 15 ഇവിടുന്ന് തലക്കന്ന് കേട്ടോ, അല്ലാതെ ഇനിയിപ്പൊ തുടങ്ങി വിടുന്നത് 15 അല്ല, തലക്കന്നാണ് കൂട്ടിയിട്ടാ പോരുന്നത്. തലക്കന്നാണ് കൂട്ടി ഈ ഒരു ദിവസം ചുരുങ്ങി 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ 15 ദിവസത്തിന്റെ ഇടയിലൊക്കെ വൃത്തി ഉണ്ടാവും. ചിലപ്പോ വൃത്തി പറഞ്ഞാൽ ശുദ്ധിയല്ല, രക്തം വരാത്ത സമയം. അതൊക്കെ ഹൈതാണ്. അപ്പോ 7 ദിവസം കഴിഞ്ഞ് കുളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേന്ന് വീട്ടിൽ ഇങ്ങനെ കണ്ടു, രക്തം ഇങ്ങനെ കണ്ടാൽ ഇനി ഹൈലാണ്. നിസ്കാരം നിർത്തുക. ഇനി അതിങ്ങനെ നോക്കിയിട്ട് അതും പിന്നെ ഇങ്ങനെ പറ്റാൻ നിന്നിട്ട് പിന്നെ അത് നിന്ന് ബോധ്യപ്പെട്ടാൽ കൊണ്ട് കുളിച്ച് നിസ്കരിക്കണം. പിന്നെ കണ്ടു. പക്ഷെ അതൊക്കെ 15 ദിവസത്തിന് ഉള്ളിൽ ഒതുങ്ങിയാലേ ഹൈലാവും. 15 ദിവസം വിട്ടത് പോയാൽ നേരത്തെ പറഞ്ഞ പോലെ അതും ഇസ്തിഹാറത്തിൽ നോക്കുമ്പോൾ പോകും. ഇത്രയും കാര്യങ്ങൾ. അതേപോലെ ഒത്തിരി കാര്യം ഞാനുമായി ബന്ധപ്പെട്ട് പറയാം, സമയം കഴിഞ്ഞിട്ടുണ്ട്. ഹൈദ് നിഫാസുള്ള സ്ത്രീകള് അവരുടെ മുടി നീക്കല്, നഖം വെട്ടല്, രക്തം നീക്കലാണ് നമ്മള് കൊമ്പ് വെക്കുക, ഹിജാമൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ കറാത്താണ്, ഹറാമല്ല, കറാത്താണ്. സ്ത്രീകൾ ഈ ഹൈദ് ഉണ്ടാകുന്ന സമയത്തും അതുപോലെ ജനാപത്ത് കാരണങ്ങൾ തന്നെയാണ്. ഈ സമയത്ത് മുടി നീക്കല്, നഖം വെട്ടല്, മുടി നീക്കലൊക്കെ കറാത്ത. മുടി നീക്കലാണ് കറാത്ത്. താനെ മുടി വീണുപോയി. ഇനി അത് സൂക്ഷിച്ചു വെക്കും ചില സ്ത്രീകൾ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒന്നില്ല. അത് വേർപിരിഞ്ഞോടുകൂടി പിന്നെ ഞാൻ സൂക്ഷിച്ചേക്കണ്ട. സ്ത്രീകളുടെ നഖമാകട്ടെ, മുടിയാകട്ടെ, ജീവിതകാലത്താകട്ടെ, മരിച്ചതിന് ശേഷമാണെങ്കിലും അത് എപ്പോഴും മറക്കൽ നിർബന്ധ. അത് കുളിച്ചിടണം. പുരുഷന്മാർ കാണാത്തില്ലെങ്കിലും മറക്കേണ്ടതാണ്. നീക്കല കരാത്തോട് നീങ്ങിപ്പോയാൽ എന്ത് ചെയ്യാനാ? ഇല്ല. അപ്പൊ നമ്മൾ മുടി ജനാപത്ത് സമയത്ത് നമ്മൾ തലയിൽ എണ്ണയിലൂടെ തേക്കാം. ആ സമയത്ത് മുടി കൂടെ ചീകാം. മുടി നീക്കലല്ലോ. മുടി ചീകുന്ന സമയത്ത് മുടിയുടെ പോകുന്നു, എന്ത് ചെയ്യാനാ? അത് കുഴപ്പമില്ല. ഒരു സ്ത്രീക്ക് 60 ദിവസമൊക്കെ നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് 60 ദിവസം സ്ത്രീ മുടി എണ്ണയിക്കും, മുടി ചീകും. അത് മുടി നീക്കലല്ല, മുടി നീക്കാൻ ഉദ്ദേശിച്ചതല്ല. നഖം വെട്ടരുത്, മുടി നീക്കരുത് പറഞ്ഞിരുന്നത്. എന്നാൽ തന്നെയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഫാസുള്ള സമയത്ത് 60 ദിവസം നഖം കൂർത്ത് വന്നിട്ട് കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഉദുറാണ്, കാരണമായതുകൊണ്ട് നീക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ അറിവുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ പ്രയാസങ്ങളൊക്കെ നോക്കേണ്ടി വരുന്നത്. അതും നോക്ക്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ ഹൈറുകാരിക്ക് നിഫാസുകാരിന്റെ മുടി നഖം നീക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അത് നീങ്ങിപ്പോയാൽ അതെടുത്ത് സൂക്ഷിച്ചു വെക്കുക. അങ്ങനല്ല, അത് സാധാ മുടി ചെയ്യേണ്ടത് പോലെ. സാധാ സ്ത്രീകളുടെ മുടി നഖം എന്താ കുഴിച്ചു മൂടില് മറക്കല് നിർബന്ധ. കുഴിച്ചു മൂടി വന്നിട്ട് കുഴിച്ചു മൂടി ചെയ്യണം, നിർബന്ധമാണ്. ഈ ഇത്രയും കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം സ്ത്രീകൾ അവരുടെ ലൈംഗിക അവയവത്തിൽ സുഗന്ധം പൂശൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് കാരണം ബ്ലഡ് തന്നെയല്ലേ, സുഗന്ധം പൂശൽ പ്രത്യേക സുന്നത്തുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ബ്ലീഡിങ് എല്ലാം ഹൈദാണ് മനസ്സിലാക്കരുത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ അമലുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മൾ ഈ പറഞ്ഞതെല്ലാം അവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള വലിയ ഇബാദത്തുകളായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റബ്ബ്. പ്രകാശം പോയി മറഞ്ഞു, മദീന പെയ്തൊഴിഞ്ഞു, ഹബീബുള്ള വേർപിരിഞ്ഞു. പ്രകാശം പോയി മറഞ്ഞു, മദീന പെയ്തൊഴിഞ്ഞു, ഹബീബുള്ള വേർപിരിഞ്ഞു.